അല്ല, സാന്ദ്ര എവിടെ? കണ്ടില്ലല്ലോ. ഇപ്പൊ വരും അമ്മേ. ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കും. മാഡം, ആദ്യം വിളക്കൊന്ന് തെളിയിച്ചിട്ട്. ശരി. പ്ലീസ്. ശരി സാർ. ഇരിക്കും എല്ലാരും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ബിസിനസ്സിൽ നിങ്ങൾക്കാർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? വർണ്ണം ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്യുമ്പോ ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ല മാഡം. We are all very happy, madam. No issues here. അഥവാ എന്തെങ്കിലും പ്രോബ്ലം വന്നാലും സപ്പോർട്ട് ചെയ്യാൻ കൂടെ രവിവർമ്മ സാറുണ്ടല്ലോ. We all trust him. That's our strength, madam. വെരി ഗുഡ്. ഇന്ന് രാജനന്ദിനി ഫേബ്രിക്സിന്റെ പേരിൽ നിങ്ങളെ എല്ലാവരും ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇൻഫാക്ട് ഈ നിമിഷം വരെയും ഈ മീറ്റിംഗിന്റെ മുഖ്യ അജണ്ടയെ പറ്റി രവി എന്നോടൊന്നും പറഞ്ഞിട്ടേയില്ല. രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ രഹസ്യം എന്താണെങ്കിലും അത് രാജനന്ദിനി ഫേബ്രിക്സിനെ പറ്റിയാണെന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. രാജനന്ദിനി എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സാരി ബ്രാൻഡ് നെയിം മാത്രമല്ല. എന്റെ അഭിപ്രായത്തിൽ അത് മാന്യതയുടെയും സെൽഫ് റെസ്പെക്ടിന്റെയും പ്രതീകം കൂടിയാണ്. ഹലോ. എന്താ, നിങ്ങൾക്കും അങ്ങനെ തോന്നാറില്ലേ? എന്തു പറയുന്നു? മാഡം പറയുന്നത് വളരെ ശരിയാണ്. രവിവർമ്മൻ സാറും എപ്പോഴും ഞങ്ങളോട് ഇത് തന്നെയാണ് പറയാറുള്ളത്. ബിസിനസിനുപരിയായി രാജനന്ദിനി ബ്രാൻഡ് ജനഹൃദയങ്ങളിൽ പതിയണമെന്ന് സാർ എപ്പോഴും പറയും. അമ്മ പറയും പോലെ ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതിരൂപമാണ്. ഇൻഫാക്ട് വി ആർ ഓൾ വെരി ഹാപ്പി ടു വർക്ക് ഹിയർ, മാഡം. രവി, നീ എന്തായി ചെയ്യുന്നേ? ഒന്നുമില്ലമ്മേ. സോറി, സാൻഡ്ര എത്തിയൊന്ന് ചോദിച്ചതാ. അമേരിക്ക. ഓക്കെ ഗായ്സ്, രാജനന്ദിനി ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ലാളിത്യത്തിന്റെയും അഴകിന്റെയും ഉറപ്പിന്റെയും അപൂർവതയുടെയും ഒരു കണ്ണാടിയാണെന്ന് ഞാൻ പറയും. എല്ലാത്തിലും ഉപരിയായി നിഷ്കളങ്കതയുടെ തന്നെ ഒരു പ്രതിബിംബം. അതുകൊണ്ട് തന്നെ രാജനന്ദിനിയുടെ ഹെഡാകാൻ പോകുന്ന ആളും ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരാളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ തന്നെയാണ് രാജനന്ദിനിയുടെ ഹെഡായിട്ട് അധികാരമേൽപ്പിക്കാൻ പോകുന്നത്. ഓഹോ, അപ്പൊ ഇതാണല്ലേ നീ പറഞ്ഞ സർപ്രൈസ്? അതെ അമ്മ. ഡെഫിനറ്റ്ലി ആ ആളെ കണ്ടാൽ ആ സ്ഥാനത്ത് അധികാരമേൽക്കാൻ ഇതിനേക്കാൾ യോഗ്യതയുള്ള വേറൊരാളില്ല എന്ന് അമ്മ തന്നെ ഉറപ്പിച്ചു പറയും. എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പോ ഞാൻ ആ വ്യക്തിയെ ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ? ഷുവർ സർ. Yes, sir. We are waiting. Ladies and gentlemen, please welcome our new head of Rajanandini Fabrics, Miss Srilakshmi.
ഇവരാണോ രാജനന്ദിനിയുടെ ഹെഡ്? അതെ, കേട്ടിട്ടുള്ളത് നല്ല മര്യാദയുള്ള പെൺകുട്ടിയെന്നാ. ഇത് പക്ഷെ ബോറായിപ്പോയി. ആഹാ, ഇവൾക്ക് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നോ? നേരത്തെ അറിഞ്ഞില്ലല്ലോ. വെറുതെ കയറി ഹെഡ് ചെയ്യാനൊന്നും നോക്കണ്ട. കക്ഷി ഇപ്പൊ പൊസിഷനിൽ നമ്മുടെ ബോസാ. ശ്രീലക്ഷ്മി എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ആര് പറഞ്ഞിട്ടാ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടെ? ഛേ, വരൂ ശ്രീലക്ഷ്മി. ആ സർ, സർ, സർ പ്ലീസ് സർ, സർ വാട്ട് ഹാപ്പൻ സർ? സർ എവിടേക്കായി പോകുന്നത്? അവളെന്തേ കാണിച്ചോണ്ട് വന്നിരിക്കുന്നത്? മനഃപൂർവ്വം ഇതൊക്കെ. ഓ മൈ ഗോഡ്, ഇന്നത്തെ മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ലായിരുന്നു. മറ്റു ഡയറക്ടേഴ്സും അമ്മയൊക്കെ വന്നിരിക്കുമ്പോ എന്റെ വില കളയാനാണോ അവൾ ഈ വേഷം കെട്ടി വന്നിരിക്കുന്നത്? I can't tolerate this. I can't. സർ ഐ നോ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ സർ ഇങ്ങനെ മീറ്റിംഗിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നാ അവിടെയുള്ളവർ എന്ത് കരുതും? എസ്പെഷ്യലി അമ്മ ഇരിപ്പുണ്ട് അവിടെ. സർ അകത്തേക്ക് വരണം പ്ലീസ്. രാജനന്ദിനി ഫാബ്രിക്സിന്റെ ഹെഡാണ് അവളിപ്പോ. നമ്മുടെ കമ്പനിയിൽ രാജനന്ദിനി കൊടുക്കുന്ന പ്രാധാന്യം, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തം, ഇതൊന്നും അറിയില്ല അവർക്ക് ഇത്ര നാളും. എന്ത് പറ്റി അവൾക്ക്? അവൾ എന്തിനാ ഇവിടെ വന്നത്? അവളുടെ ഡ്രസ് കണ്ടോ? അവിടെ ഇവിടെ ഇത്താതെ പിടിച്ചു വലിച്ചു. എനിക്കത് കാണുമ്പോ ഒരിക്കലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഈ കമ്പനിയെ അപമാനിക്കാനാണോ? സർ പ്ലീസ് കാം ഡൗൺ പ്ലീസ്. സർ ഇങ്ങനെ പെരുമാറിയ ബാക്കിയുള്ളവരും വെറുതെ പാനിക് ആവും.
സാറിന് ഇഷ്ടമായില്ലെങ്കിൽ അവളെ മീറ്റിംഗിന് ഇരുത്താതിരുന്നാ പോരെ? എന്തായാലും സാർ ഇങ്ങനെ പെരുമാറുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് സാർ നോർമലായിട്ട് പെരുമാറുന്നതാ എല്ലാവർക്കും ഇഷ്ടം. നോർമൽ? വാട്ട് കൈൻഡ് ഓഫ് നോർമാലിറ്റി ഡു യു മീൻ? അല്ലെങ്കിൽ നോർമൽ ആയിട്ടാണോ ഇവിടെ ഇപ്പൊ അവള് വന്നിരിക്കുന്നത്? ആദ്യം അവളോട് നോർമലായിട്ട് വരാൻ പറയും, മര്യാദയായിട്ട്. പിന്നെ ഞാൻ നോർമലാണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. ആൻഡ് പ്ലീസ് ഡോണ്ട് ട്രൈ ടു കൺസോൾ മീ സാൻഡ്ര. ദിസ് ഇസ് ബിയോണ്ട് ദ ലിമിറ്റ്. ഡാം ഇറ്റ്! സർ പ്ലീസ്, ഐ എം സോറി ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്കൊരു കാര്യമേ സാറിനെ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്മ ഈ ഓഫീസിലേക്ക് വന്നത്. അമ്മയും മറ്റുള്ളവരും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലുമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ സാറ് മാത്രം ഇങ്ങനെ പെരുമാറിയാ അത് അമ്മയ്ക്ക് വലിയ വിഷമമാവും. അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ സാറിന് സാധിക്കോ? അതിന്റെ ഉത്തരം സാർ തന്നെ സ്വയം കണ്ടെത്തിയാ മതി. ഇനി ഞാനൊരു അക്ഷരം മിണ്ടില്ല. What the hell? ഞാൻ ജസ്റ്റ് അവളെ ഒന്ന് വെള്ളം കുടിപ്പിക്കാൻ നോക്കിയതാ. അത് ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് കരുതിയില്ല. Oh my God! എല്ലാം ഒന്ന് നേരെയായാൽ മതിയായിരുന്നു. എന്തു പറ്റി രവി? ഒന്നുമില്ല. അമേരിക്ക. സോറി, പെട്ടെന്ന് ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു, വന്നോന്ന് നോക്കാൻ പോയത്. അല്ല, ഞാൻ എന്താ പറഞ്ഞോന്ന്? രാജനന്ദിനിയുടെ പ്രത്യേകതകളായിരുന്നു സാർ, ലാളിത്യം, നിഷ്കളങ്കത എന്നൊക്കെ. കറക്റ്റ്. എനിവേ, ഇന്നു മുതൽ രാജനന്ദിനി ഫാബ്രിക്സിന്റെ ഹെഡായിട്ട് ഈ മാഡത്തിനെ നിയമിച്ചിരിക്കുകയാണ്. ആസ് ഐ ടോൾഡ് യു, ഈ മാഡത്തിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. വെരി ഗുഡ് സെലക്ഷൻ. ഇപ്പൊ മനസ്സിലായി നീ എന്തിനാ ഈ വിഷയം നേരത്തെ മറച്ചു വെച്ചതെന്ന്. 2 സർപ്രൈസ് ഉണ്ടാവുമെന്ന് നീ പറഞ്ഞിരുന്നു. ഒന്ന് രാജനന്ദിനി ഹെഡിനെ പരിചയപ്പെടുത്തുന്നത്, മറ്റൊന്ന് കുറെ നാളായി ഞാൻ കാണാൻ ആഗ്രഹിച്ച ശ്രീലക്ഷ്മിയെ പരിചയപ്പെടുത്തുന്നത്. എന്താ, ശരിയല്ലേ രവി? ശ്രീലക്ഷ്മി, ഇതാണ് ദൈവനിശ്ചയം. നമ്മൾ ഫോർമലായി പരിചയപ്പെടണമെന്നാണ് ദൈവം തീരുമാനിച്ചത്. രാജനന്ദിനി ഫാബ്രിക്സിന് വേണ്ടി നീ ചെയ്ത കാര്യങ്ങളെല്ലാം രവി പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പൊ നേരി കണ്ടപ്പോ അതിലേറെ സന്തോഷമായി. ഇനി നിന്റെ സാന്നിധ്യത്തിൽ രാജനന്ദിനി ഡിവിഷൻ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തട്ടെ എന്നും നിന്റെ പ്രവർത്തനങ്ങളിലൂടെ രാജനന്ദിനി ഫാബ്രിക്സിന്
കൂടുതൽ യശസ്സുകൾ ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. സർ, രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന്റെ ഇനാഗ്രേഷൻ എന്തൊക്കെ ചെയ്യണ്ടോ അതൊക്കെ ചെയ്തോളൂ. ഐ നീഡ് എ ബ്രേക്ക്. കമോൺ ഗൈസ്, ഇനിയാണ് നമ്മുടെ പ്രോഗ്രാം. രാജനന്ദിനി ഹെഡിന്റെ ഓഫീസ് റൂം ഇനാഗ്രേഷൻ ആണ്. അതിനു മുമ്പ് ചെറിയൊരു റിഫ്രഷ്മെന്റ് ആവാന്ന് തോന്നുന്നു. സോ പ്ലീസ് കം ടു ദ കഫറ്റേറിയ പ്ലീസ്. യെസ് മാഡം. കുട്ടി നിൽക്കൂ. ആദ്യം കുറച്ചു നേരം അമ്പലത്തിൽ വെച്ച് കണ്ട അതേ പെൺകുട്ടിയാണ് ഇതെന്ന് സംശയം ഉണ്ടായിരുന്നു എനിക്ക്. അമ്പലത്തിൽ വെച്ച് വേറെ ഡ്രസ്സിലല്ലേ കണ്ടത്, ഇതുപോലൊന്നും ആയിരുന്നില്ല. അതാ ചെറിയൊരു ആശയക്കുഴപ്പം വന്നത്. നിന്നെ കാണാൻ നല്ല ഭംഗിയാ. പക്ഷെ നീ എന്തിനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? നിന്റെ ബോസ് അങ്ങനെ പെരുമാറിയതുകൊണ്ടാണോ ടെൻഷൻ? രവി വേറെ ഏതോ വിഷയത്തിൽ അപ്സെറ്റ് ആയതുപോലെയുണ്ട്. അവന്റെ സംസാരം മോളെ വിഷമിപ്പിച്ചു അല്ലേ? അതൊന്നും നീ മനസ്സിൽ വെച്ചേക്കണ്ട. എന്റെ മോനെ എനിക്കറിയാം. അവനൊരു പാവം കുട്ടിയാ. മറ്റൊരാളെ ഇഷ്ടപ്പെടാനേ അവന് കഴിയൂ, വെറുക്കാൻ അവന് കഴിയില്ല. അയ്യോ, എന്തു പറ്റി? എന്തിനാ കുട്ടി കരയുന്നേ? അയ്യേ, നോക്ക്, പെൺകുട്ടികൾ ഇങ്ങനെ തൊട്ടാവാടികളാകരുത്. ഒരാളൊരു വാക്ക് കടുപ്പിച്ച് പറഞ്ഞാൽ മുഖം കറക്കുന്നതും കലങ്ങുന്നതും ഇന്നത്തെ പെൺകുട്ടികൾക്ക് ചേരുന്നതല്ല. ദേ നോക്ക്, ഇന്നീ നല്ല ദിവസമായിട്ട് നിന്റെ കണ്ണില് കണ്ണീര് വേണ്ട. നീ ഇന്നു മുതൽ രാജനന്ദിനിയുടെ ഹെഡാണ്. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിനക്കുണ്ടെന്ന് മറക്കരുത്. എന്ത് പ്രശ്നം വന്നാലും അതിനെ ധൈര്യമായിട്ട് വേണം നേരിടാൻ. ദൈവാനുഗ്രഹമുള്ള നിനക്ക് എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്തു പറയുന്നു? ശരിയാ, ഞാൻ എനിക്കറിയില്ലമ്മ. വെരി ഗുഡ്. നീ നന്നായി വരും. നിന്നെ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ എന്തെങ്കിലും തരണമെന്ന് കരുതിയിരുന്നതാ. നീ വെറുതെ അന്ന് ആ സാരിയും വാങ്ങിച്ചോണ്ട് പോയി. ഇന്നിപ്പതേ എന്റെ ബർത്ത്ഡേക്ക് നീ തന്നെ എനിക്ക് സ്വയം സമ്മാനമായി വന്നിരിക്കുക. മോളെ കാണാൻ പറ്റിയതില് എനിക്ക് വലിയ സന്തോഷം തോന്നുക. ഇന്നമ്മയുടെ ബർത്ത്ഡേ ആണോ? അതെ, അതല്ലേ രവിയുടെ അറേഞ്ച്മെന്റ്സ് എല്ലാം. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. എനിക്കറിയില്ലായിരുന്നു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു സോ മച്ച്. നടക്ക, ഇനി വേണം നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പോവാൻ.